ഇന്ന് സംസാരിക്കുന്നത് ദണ്ഡ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കാരണം ദണ്ഡായുധപാണി എന്നൊരാളെ കാണേണ്ട ആവശ്യം വന്നു. പാണി എന്നൊക്കെയാണ് അയാളെ വിളിക്കുക. മുഴുവൻ പേര് ദണ്ഡായുധപാണി എന്നാണ്. പൊതുവെ ഒരു അഹങ്കാരിയായിട്ടുള്ള വ്യക്തി ആയിരുന്നു. എന്താണ് ദണ്ഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഭാരതത്തില് അനവധി സ്ഥലത്ത് ദണ്ഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏകദണ്ഡികൾ എന്നൊരു വിഭാഗം ഉണ്ട്. ത്രിദണ്ഡി, മൂന്ന് ദണ്ഡ് എന്ന ദണ്ഡ് ഒന്നാണ്. ത്രിദണ്ഡികൾ എന്നാണ് ആ വിഭാഗത്തെ വിളിക്കുക. ദണ്ഡത്തെ ആയുധമാക്കി കയ്യിൽ വെച്ചതാണ് ദണ്ഡായുധ പാണി. പഴനിയിലെ മുരുകനെയും വിളിക്കുന്ന പേരാണ് ദണ്ഡായുധം. ഈ ദണ്ഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദണ്ഡ് നമ്മുടെ നട്ടെല്ല് ആണ്. ഇക്കാരണം കൊണ്ടാണ് പലരും സംഭാഷണ മധ്യേ പറയും, നട്ടെല്ല് വേണടാ. നട്ടെല്ലുള്ള ഒരാളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനത്തെ പ്രയോഗം ഉണ്ടാകുന്നത്. ഈ നട്ടെല്ലാണ് നമ്മളിങ്ങനെ നിവർത്തുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നട്ടെല്ല് സഹായിക്കുന്നുണ്ട്. നട്ടെല്ലിന് വളവുണ്ടാകരുത് എന്നാണ് പറയുക. ചാരികസേരയിൽ കിടക്കുമ്പോൾ നട്ടെല്ലിന് വളവ് ഉണ്ടാവും. വളരെ നേരം കസേരയിൽ കുത്തിയിരിക്കുമ്പോൾ തന്നെ ആ നട്ടെല്ല് വളഞ്ഞ് പോകുന്നുണ്ട്. നട്ടെല്ലിന് വളവ് എപ്പോൾ ഉണ്ടാവണോ നമുക്ക് അസുഖങ്ങൾ വരും. പൊതുവെ നട്ടെല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് ഭാരതത്തിലെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം പഞ്ചഭൂതങ്ങള്, ത്രിദോഷങ്ങള് എന്നൊക്കെ പറഞ്ഞ പോലെ കുണ്ടലിനി ശക്തി ഒഴുകുന്ന സഹസ്രാരത്തിൽ എത്തിക്കുന്നതിനെയാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. ആ നട്ടെല്ലിനോട് ചേർന്നിട്ടാണ്. അത് നോക്കിയാൽ കാണുന്ന കാര്യങ്ങൾ അല്ല. ഇതിന് നിവർന്നിരിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന് വിശ്രമവും കൊടുക്കണം. ആ നിവർന്നിരിക്കുന്നത് ശരിയാണ്. നിൽക്കുന്ന ദേവതകൾ നമുക്ക് ധാരാളം ഉണ്ട്. എന്നാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ദേവതയും ഉണ്ട്. അതാണ് ഭഗവാൻ ശ്രീ പത്മനാഭൻ. ആ പത്മനാഭൻ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന സമയത്ത് വളരെ വിശ്രമമുണ്ടാവും. സമമായ ബുദ്ധി ആയിരിക്കും. ബുദ്ധിയെ സമമാക്കി വെക്കാൻ നീണ്ടു നിവർന്ന് കിടക്കണം. പലരും അവരുടെ അസുഖങ്ങളെ കുറിച്ചൊക്കെ സംഭാഷണ മധ്യേ പറഞ്ഞു. ഇവിടെ ചെല്ലുമ്പോൾ 4 ഓപ്പറേഷൻ വേണം, 3 ബ്ലോക്ക് ഉണ്ട്, ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഇപ്പം എൻ്റെ വിജ്ഞാനം വെളിപ്പെടുത്തത്തക്ക വിധം എനിക്ക് വിജ്ഞാനമൊന്നുമില്ല. ഏത് മുറിയിലാ കിടക്കുക എന്ന് ഞാൻ ചോദിക്കും. അതാ ഈ മുറിയിൽ തന്നെ. ഞാൻ അവിടേക്ക് നോക്കും, ഒന്നും പറയില്ല. ആ കിടക്കുന്ന മുറി കണ്ടാൽ തന്നെ നമ്മളെ രോഗികളാക്കുമോ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ മുറിയുടെ ചുറ്റുമുള്ള ശില്പങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ,
ജനവാതിൽ ഏത് ഭാഗത്തേക്കാണ്. അത് കൂടാതെ സമമായ ബുദ്ധി വരത്തക്ക വിധം നീണ്ടു നിവർന്ന് കിടക്കുന്ന കിടപ്പ് വേണം. ഈ ദണ്ടിന് വിശ്രാന്തി കിട്ടണം. ആ കിടക്കുന്ന സ്ഥലം അധികവും വളരെ പരുക്കനായിരിക്കണം. തൂക്കടൊക്കെ വന്നിട്ട് ആശുപത്രിയിലാക്കിയിട്ട് മരപ്പലകയിൽ കിടത്തുന്ന ചില ചികിത്സ കണ്ടിട്ടുണ്ട്. മരത്തിന്റെ പലകയിൽ ആളെ കിടത്തും. എന്നിട്ട് തള്ളവിരലിന്റെ അവിടെ ചെറിയ മണലിന്റെ ചാക്ക് കെട്ടിവെക്കും. കാരണം നീണ്ടു നിവർന്ന് കിടക്കണം. ആ നീണ്ടു നിവർന്ന് കിടക്കുന്നതിന് പകരം ഏറ്റവും നിമ്നോന്നതങ്ങൾ ഉണ്ടാവും. പല ബെഡ്, വളരെ സോഫ്റ്റായ ബെഡ്, വളരെ കുഷ്യൻ, കാല് വെക്കുന്നിടത്തിൽ 2-3 തലയണ, കാലൊന്ന് ഉയർത്തി വെക്കാൻ. പിന്നെ തല വെക്കുന്നിടത്തിൽ 3-4 തലയണ. സമ്പത്ത് വർദ്ധിക്കുന്നതോറും തലയണയുടെ എണ്ണം കൂടും. ഈ ഒരൊറ്റ കിടപ്പുണ്ടല്ലോ, ശ്രീപത്മനാഭൻ കിടന്നിട്ട് സൃഷ്ടിയുടെ ആരംഭം അവിടുന്നാണ്. നേരത്തെ ദണ്ഡത്തെ കുറിച്ച് പറഞ്ഞു. ആ ദണ്ഡം അബദ്ധമാകുമ്പോൾ ദണ്ഡമായിട്ടും മാറും. ആ കിടക്കുമ്പോൾ പകൽ സമയത്ത് മുഴുവൻ മോട്ടോർ മുകളിലേക്ക് കയറുകയാണ്, ബ്ലഡ് സർക്കുലേഷൻ. ഡേ ടൈം മുഴുവൻ. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് വിശ്രമമുള്ളത്? നമുക്കറിയാലോ, മോട്ടോർ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ ലെവലിലേക്കും 2-ാം നിലയിലേക്കും വെള്ളം കയറാൻ കുറെ ബുദ്ധിമുട്ടാണ്, ഹൈറ്റല്ലേ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുകയല്ലേ, എത്രയോ സമയം. ഞാനൊക്കെ ചില വേദിയിൽ സംസാരിക്കാൻ പോയാൽ 1.5 മണിക്കൂർ 1.25 മണിക്കൂറിലുണ്ട്. 10 മിനിറ്റിൻ്റെയും വരും. പക്ഷെ 1.5 മണിക്കൂർ നേരമൊക്കെ നിൽക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ അത്തരം ആളുകൾ നമ്മളൊക്കെ വേണ്ട ഒരു കാര്യമാണ്. ഈ ദണ്ഡം, നട്ടല്, മേരു, മുരുകൻ, ഇതൊക്കെ തലയിടണം. ഇതിനൊക്കെ ഒരു വിശ്രമം കിട്ടണമെങ്കിൽ നീണ്ടു നിവർന്ന് കിടക്കണം. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കും അസുഖങ്ങൾ വരുമല്ലോ. മനുഷ്യ ശരീരമല്ലേ, അസുഖങ്ങൾ വരും. അസുഖങ്ങൾ വരുന്ന സമയത്ത് അത് ചില പ്രത്യേക കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്ന ഒരു കാര്യം വരുമ്പോഴാണ് അസുഖം ഒന്ന് പ്രകടാവുക. ഇപ്പം ഈയിടെ വന്ന് നാളികേരം ചേർക്കുമ്പോഴായിരുന്നു. നാളികേരം ചേർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് വീട്ടില്. ഭാര്യ പറഞ്ഞ് നാളികേരം ചേർത്ത് തരാൻ പറ്റും. അത് ചേർക്കുമ്പോൾ കുറച്ചൊരു സ്ട്രെയിൻ എടുക്കുന്നതാണ്. ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഉടനെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ചികിത്സ നീണ്ടു നിവർന്ന് അവിടെ കിടക്കുക. പ്രകൃതി ചികിത്സയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഏറ്റവും വലിയ ചികിത്സയാണ് വിശ്രാന്തി എന്ന് പറഞ്ഞാൽ. കുഷ്യനാവരുത്, ബെഡ് ഇതിലാണ്. മരപ്പലകയുടെ മുകളിൽ ഒരു തലപ്പായ ഉണ്ടെങ്കിൽ അത് വസ്ത്രയിൽ വന്ന്, തലയണ ഒരു കാരണവശാലും വെക്കരുത്, കാലിൻ്റെ അവിടെ ഉയരുണ്ടാവരുത്. സമമായ രീതിയിൽ കിടക്കുക. ഞാൻ അങ്ങനെ കിടക്കാറുണ്ട്. ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും ഇടയ്ക്ക് ഭാര്യ പണ്ടൊക്കെ ചോദിക്കും, എന്താ പ്രശ്നം. അപ്പൊ വീട്ടിൽ ആരെങ്കിലും കയറി വന്ന് അത് അവിടെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവരും വന്നിട്ട് നോക്കുമ്പോൾ എന്താ പിയാറെ പ്രശ്നം എന്ന് ചോദിക്കും. ഒരു പ്രശ്നവുമില്ല, ആ കിടപ്പ് കണ്ടാൽ തോന്നുന്നത് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ഒരു ക്ഷീണം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നീണ്ടു നിവർന്ന് കിടക്കുക. പലകട മുകളിലാണെങ്കിൽ അത്രയും നല്ലത്. പലകട മുകളിലാവുമ്പോൾ മേല് വേദനിക്കുന്നൊക്കെ പറഞ്ഞ് വെറുതെ, മേല് വേദനിക്കില്ല, മേലൊന്നും വേദനിക്കുകയില്ല. ഇതിലെ വരുന്ന കാറ്റിന് ഇതിലെ പോകാനായിട്ടുള്ള സൗകര്യം കിട്ടണമെന്നാണ് പറയുക. അപ്പോഴാണ് ബോഡിക്ക് ഷേപ്പ് ഉണ്ടാകും. ഷേപ്പുള്ള ബോഡിയുള്ളവരെ കണ്ടാലായിട്ട് അറിയാം. സുഖിച്ച് ജീവിക്കുന്നവരെ കണ്ടാലും അറിയാം. അവരുടെ മുതുക ഏകദേശം ഒരു പലകമായിരിക്കും. കാരണം സുഖമായിട്ടുള്ളതാണ് അവരുടെ ലൈഫ്. അതല്ല, ഈ ദണ്ഡം
എന്ന് പറയുന്നതും മുരുകന്റെ ദണ്ഡം മുതൽക്ക് ഈ ദണ്ഡം പലപ്പോഴും പല രീതിയിൽ നമ്മുടെ പുരാണ കഥകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന് വ്യത്യസ്തമായുള്ള അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലും സ്ഥാനം ഉണ്ട്. അറിവിന്റെ ദണ്ട് അത് എടുത്ത് നടക്കുന്ന സന്യാസിമാർ ഉണ്ട്. അവിടെ ദണ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഉയർന്നിരിക്കുക എന്നുള്ള അർത്ഥമാണ്. വിളക്ക് കത്തിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിന്റെ തിരി കെട്ടുപോയി എന്ന് വരും, തീപ്പെട്ടുമില്ല. ആളുന്നതിന്റെ പേരാണ് ആൾ. അയാൾ ആളുന്നതാണ്. ആളുന്നത് പറഞ്ഞാൽ ഉയരത്തേക്കല്ലാതെ കീഴ്പ്പെട്ടു പോയില്ല. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആ തിരി താഴോട്ട് പോണ പ്രശ്നമില്ല, കെട്ടിരുന്നാലും മുകളിലേക്ക് വരികയുള്ളൂ. അപ്പൊ ദണ്ഡ് എന്ന് പറയുമ്പോൾ എത്രയോ അർത്ഥതലങ്ങളുണ്ട്. ദണ്ഡായുധപാണി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ആ ദണ്ഡിന്റെ മാഹാത്മ്യം അറിയുകയും വീടുന്ന വിശ്രാന്തി, ഒരു വയ്യായ വരുമ്പോ അത് ചിലപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ഭാര്യ പറയും അതിങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യാം, എനിക്ക് അടുക്കളയിൽ പണിയുണ്ടല്ലോ എന്നൊരു ചോദ്യം ചോദിക്കും. അടുക്കളയിലത്തെ പണി കഴിഞ്ഞ് ചെയ്യാമല്ലോ. അടുക്കളയിലും ഇങ്ങനെ രാവിലെ ഒന്ന് വൈകുന്നേരം വരെ അടുക്കളയിൽ നിൽക്കൊന്നും വേണ്ട. ഇതൊക്കെ വെറുതെ ന്യായമാണ്. ഇങ്ങനെ എല്ലാവർക്കും കിടക്കാൻ നേരം കിട്ടുമോ, നേരമൊക്കെ ഉണ്ടാക്കാം. ആ ശരീരത്തിനെ നമ്മൾ ഒരേ രീതിയിൽ നിർത്തിയിട്ട് വിഷ്ണുവിന് ഇത്രയൊക്കെ കഴിയാനുള്ള കാര്യം, ഇത്രയും കാര്യങ്ങൾ സാധിക്കാനുള്ള കാരണം ദണ്ഡിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സമ്മതിക്കുന്നു. നമസ്കാരം.